സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടിയിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി വൈദ്യർ മഹോത്സവത്തിനായി ഒരുങ്ങി. ഡിസംബർ 23 മുതൽ 26 വരെ അക്കാദമിയിൽ മഹോത്സവം നടക്കും. വിളംബരം ചെയ്തുകൊണ്ട് 23 വൈകിട്ട് 4 മണിക്ക് കൊണ്ടോട്ടി ചുക്കാൻ സ്റ്റേഡിയം മുതൽ അക്കാദമി വരെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ സാംസ്കാരിക കൂട്ടായ്മകളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കൊടി ഉയർത്തും. മഹോത്സവം യഥാർത്ഥത്തിൽ അത് കൊണ്ടോട്ടിക്കാർക്ക് മാത്രം ഉള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളതിനുള്ള അവരുടെ പങ്കാളിത്തത്തിന് പുറമെ ഈ മഹോത്സവം ഇന്ന് ഈ നാടിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ചും നാട്ടുകാരായ ആളുകളെ ഇതിൽ മെമ്പർമാരായി വന്നതോടുകൂടി ആ ഒരു മാറ്റം ശരിക്കും ദൃശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഉത്സവമായി മാറ്റണം. അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും. തുടർന്ന് കോൽക്കളി, ഗാനമേള എന്നിവ അരങ്ങേറും. 24 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും 28 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി. അബ്ദുറഹ്മാനും ഉദ്ഘാടനം ചെയ്യും. വൈദ്യർ കാവ്യാലാപന മത്സരം, അക്കാദമി അഫിലിയേറ്റഡ് കേന്ദ്രങ്ങളുടെ സംഗമം, ഒപ്പന സെമിനാർ, ഒപ്പന, വട്ടപ്പാട്ട് അവതരണങ്ങൾ, മെഹബൂബ് അനുസ്മരണ ഗാനമേള, ഭിന്നശേഷി കലാമേള, കൈകുട്ടിക്കളി, ദഫ്മുട്ട്, അറബനമുട്ട്, വനിതാ ദഫ്, വി.പി. മൻസിയുടെ നൃത്തസന്ധ്യ, മധുരിക്കും ഓർമ്മകൾ എന്ന പേരിലുള്ള നാടൻപാട്ട്, നാടക ഗാനമേള, മാപ്പിളപ്പാട്ട്, അന്താക്ഷരി, നാടകം തുടങ്ങിയവ നടക്കും. ഒരു ടീം, നിലമ്പൂരിൽ നിന്നുള്ളൊരു ടീം, പിന്നെ കോഴിക്കോട് നിന്നുള്ളൊരു ടീം, അങ്ങനെ 3 ടീമുകളാണ് ഈ റിയാലിറ്റി ഷോയിൽ മാറ്റുരക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മളെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ ജനശ്രദ്ധ കിട്ടുന്ന വൈവിധ്യമുള്ള പരിപാടികളുള്ള ഒരു മഹോത്സവമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പരമാവധി ജനങ്ങളിൽ എത്തിക്കാനുള്ള പി. സുനീർ എം.പി, ആലങ്കോട് ലീലാകൃഷ്ണൻ, ടി.കെ. ഹംസ എന്നിവർ വിവിധ ദിവസങ്ങളിൽ കലാസന്ധികൾ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും കലാ ക്ലബ്ബുകളൊക്കെ വൈദ്യർ മഹോത്സവം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ 23-ാം തീയതി വൈകുന്നേരം ഒരു ഘോഷയാത്ര നമ്മളെ ബൈപ്പാസ് റോഡിൽ നിന്നും ഈ മലബാർ ഗോൾഡിൻ്റെ പരിസരത്തു നിന്നും കൊണ്ടോട്ടി വൈദ്യസ്മാരകം വരെയുള്ള ഒരു ഘോഷയാത്രയാണ് നമ്മൾ ആലോചിച്ചത്. അതിൽ നാടൻ കലകൾ, ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ, ആയോധന കലകൾ, അത് ചെണ്ട, ശിങ്കാരി മേളം, കുതിരയുടെ അകമ്പടിയോടുകൂടി മുത്തുക്കുടയൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ ജനാവലി പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വമ്പിച്ച ഘോഷയാത്രയോട് കൂടിയിട്ടാണ് വൈദ്യർ മഹോത്സവം ഈ വർഷം നടക്കാനിരിക്കുന്നത്. ഈ മഹോത്സവത്തിലെ ഘോഷയാത്രയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള കലാരൂപങ്ങളും, അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി എന്ന് പറയുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ ഒരു ജന്മദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടിക്കാരുടെ ഒരു വികാരം കൂടിയാണ് മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള വലിയ വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, അംഗങ്ങളായ പി. അബ്ദുറഹ്മാൻ, ഒ.പി. മുസ്തഫ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, A1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. Beauty Mark Gold and Diamonds, specially for you.